بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 8-ാമത്തെ ആയത്ത് മുതലാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു തആല ആദ്യം സൂറത്തുൽ ബഖറ തുടങ്ങിയപ്പോൾ പരിശുദ്ധ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പരാമർശിച്ചു, അതിനെക്കുറിച്ച് വിശദീകരിച്ചു. പിന്നീട് ആ ഗ്രന്ഥം പിൻപറ്റുന്ന ആളുകൾ മുത്തഖീങ്ങളാണ്, അവരെക്കുറിച്ച് പറഞ്ഞു, അവരുടെ വിശേഷങ്ങൾ പറഞ്ഞു. പിന്നീട് ആ ഗ്രന്ഥത്തിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ പറഞ്ഞു. അവരാരാണ്? ആരായിരുന്നു? അവിശ്വാസികൾ, അല്ലേ? അവിശ്വാസികളാണ്. അവർക്കുണ്ടാവുന്ന അനന്തര ഫലത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി അതിന്റെ രണ്ടിന്റെ ഇടയിലും കെട്ട ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തെ കുറിച്ചാണ് ഇനി പറയുന്നത്. വിശ്വാസികളുമല്ല, വിശ്വാസികൾക്കിടയിലും അവരുണ്ടാവും, അവിശ്വാസികൾക്കിടയിലും അവരുണ്ടാവും. അങ്ങനെ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരെ കുറിച്ചാണ് ഇനി അല്ലാഹു തആല പറയുന്നത്. ധാരാണ് മുനാഫിക്കീങ്ങളായ ആളുകളാണ്. നോക്കാം. സത്യത്തില് മുഅ്മിനീങ്ങളെ കുറിച്ച് 5 ആയത്തും പിന്നെ അവിശ്വാസികളെ കുറിച്ച് 2 ആയത്തും മുനാഫിക്കുകളെ കുറിച്ച് 13 ആയത്തും. മുനാഫിക്കുകളെ കുറിച്ച് എത്ര ആയത്താ? 13 ആയത്ത്. അവിശ്വാസികളെ കുറിച്ച് 2 ആയത്തിൽ ചുരുക്കാനുള്ള കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവരുടെ വിശേഷണം അവിശ്വാസം വ്യക്തമാണ്, പ്രകടമാണ്. അതിൽ യാതൊരു ഡൗട്ടും ആവശ്യമില്ല. അത് കൂടുതൽ എക്സ്പ്ലനേഷൻ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ബാഹ്യമായിട്ട് തന്നെ അവിശ്വാസം എന്താണ്? വളരെ വ്യക്തമാണ്. മുനാഫികളെ സംബന്ധിച്ചിടത്തോളം, കാരണം അവർക്ക് ഇനി അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസത്തിന്റെ പൊടി തീരെ വരാത്തത് കൊണ്ട് ഈ പരിശുദ്ധ ഖുർആനിൽ വരുന്ന താക്കീതുകളോ മറ്റോ ഒന്നും അവരെന്ത് ചെയ്യണില്ല, മൈൻഡ് ചെയ്യില്ല. കാരണം അവർക്ക് അതിന്റെ മേഖലയിലേക്കുള്ള ഇടപഴകൽ കുറവാണ്. മുനാഫികളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാല് അവര് മുസ്ലിങ്ങളുമായി ഇടപഴകുന്നുണ്ടോണ്ട് അവരുടെ ഹൃദയാവസ്ഥകളും അവരുടെ ചെയ്തികളും അവരുടെ നിലപാടുകളും അവരുടെ ചിന്താഗതികളും അവരുടെ ഇവിടുന്ന് പോയുള്ള അപ്പുറത്തുള്ള പ്രവർത്തനങ്ങളും അവിശ്വാസികളുടെ അവരുടെ സമീപനങ്ങളും വിശ്വാസികൾക്കുള്ള അവരുടെ സമീപനങ്ങളും അവർക്ക് വരുന്ന ശിക്ഷകളും അവർക്ക് വരുന്ന താക്കീതുകളും ഇതൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് പറയുമ്പോഴാണ് ഇതൊക്കെ ഞങ്ങളെ കുറിച്ചാണ്, ഇതൊക്കെ ഇങ്ങനെ പോയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് ഡേഞ്ചറാണ്, മാരകാവസ്ഥയാണ് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട അവസ്ഥ ആരിലുണ്ട്? അവിശ്വാസികളെ പറഞ്ഞിട്ട് ആവശ്യമില്ല. കാരണം അവർക്ക് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോ ആരാകാം, ചിലപ്പോ മുനാഫിക്കുള്ള ആളുകൾ എന്ത് ചെയ്യും ഇതൊക്കെ കേട്ട്. കാരണം നമ്മളെ പ്രവർത്തികൾ ഇവിടെ നോട്ട് ചെയ്യപ്പെടുന്നുണ്ട്, ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. കാരണം അവരെവിടെ എന്ത് ചെയ്താലും അതിനനുസരിച്ച് ആയത്ത് ആരിലേക്ക് ഇറങ്ങുന്നുണ്ട്, റസൂലുള്ളാഹിക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ചെയ്ത ആളുകൾക്ക് അറിയാം തങ്ങൾക്കെതിരെയാണ് എന്ന് മനസ്സിലാകുമ്പോൾ വീണ്ടും അവർക്ക് വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും, ചുരുക്കി പറഞ്ഞാൽ അവരുടെ മനസ്സ് ഫുള്ള് പബ്ലിക്കിലുണ്ട്, തുറന്നു കാണിക്കണം. ആരാണ് ഇതിന്റെ ആൾക്കാരെന്ന് മാത്രം പറഞ്ഞിട്ടില്ല. ആരാണ് ഇതിന്റെ ആൾക്കാരെന്ന് വരെ ആർക്കറിയാമായിരുന്നു? റസൂലുള്ളാഹിക്ക് അറിയില്ല. അല്ലാഹു തആല മുനാഫിക്കുകളെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആർക്ക്? നബിതങ്ങൾ അപ്പുറത്തുള്ള സഹാബികൾക്കും റസൂലുള്ളാഹി നമ്മളെപ്പോഴും പറഞ്ഞ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകളെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോ ആ ആളുകൾക്ക് ഒരുപക്ഷെ ഒന്നുകൂടി മടങ്ങി വരാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകാൻ കൂടിയാണ് ഡീറ്റെയിൽസ് ആയിട്ട് മുനാഫിക്കുകളെ കുറിച്ച് പറയാനുള്ള കാരണം. മാത്രമല്ല അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയവുമാണ്. അത് പിന്നീട് അവിടുന്നുള്ള ഏത് തലമുറയിലും ഇത്തരം സാഹചര്യങ്ങൾ വരാതിരിക്കാനും കൂടി കുഫ്ർ തന്നെ ഒറ്റയടിക്ക് വേഗം പറഞ്ഞു തീർക്കാൻ പറ്റും. നിഫാഖിനായാലും പല കാര്യങ്ങളും എൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നതുകൊണ്ടുമാണ് നിഫാഖിനെ കുറിച്ച് 13 ആയത്തിനാണ് കാരണം. കാരണം ചിലപ്പോൾ അവർ മടങ്ങി വരാനും ചാൻസ് ഉണ്ട്. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ നിസായിൽ പറയുന്നുണ്ട്, ഇല്ലല്ലദീന താബു വ അസ്ലഹു
ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നത് തൗബ ചെയ്തവര്, നിലപാട് നന്നാക്കിയവര്, വഴത്തസമമില്ല അഖലസുദ്ദീനവുമില്ല, അവർ ഇഖ്ലാസ് അള്ളാഹുവിന് വേണ്ടി ദീനിന് ആത്മാർത്ഥമായി ഇഖ്ലാസോട് വന്നവർ, ഫൗലാക്കമാൽ മുഅ്മിൻ, അവർക്ക് വീണ്ടും ആരുടെ കൂടെയാണ്? അവർ മുഅ്മിനുകളുടെ കൂടെ തിരിച്ചു വരും. അപ്പോൾ മുനാഫിക്കുകൾ തിരിച്ചു വരാനുള്ള പ്രചോദനം കൂടി അതിലുണ്ടാകാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആയത്തുകൾ അള്ളാഹു തആല വിഷയമായി ഇറക്കിയത് എന്ന് മനസ്സിലാക്കാം. ഇനി നോക്കാം. അമിനൻ നാസി, മനുഷ്യരിൽ ചില ആളുകളുണ്ട്. നാസ് എന്ന് പറഞ്ഞ എന്താണ്? ആ നാസ് എന്ന് പറഞ്ഞ പദം എന്താണ്? ജമ്മാണ്. അത് ഇസ്മു ജമ്പ് എന്ന് പറയും. ഇൻസാൻ, അതിന്റെ അസല് പദം ഏതാണ്? ഇൻസാൻ ആണ്. ഇൻസാൻ എന്നതിന്റെ ജമ്മാണ്, ഇസ്മു ജമ്മാണ്. ഏത്? നാസ് എന്ന് പറയുന്നത്. ഇൻസാനാണ് ഇതിന്റെ അടിസ്ഥാന പദം. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇൻസാൻ എന്ന പദം ശരിക്ക് പിന്നെ ഏത് പദത്തിൽ നിന്നുണ്ടായതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇൻസാൻ എന്ന പദം ഏത്? ഇൻസാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മനുഷ്യൻ. ഇൻസാൻ എന്ന് പറഞ്ഞ പദത്തിന്റെ ഏത് പദത്തിൽ നിന്നാണ് പറഞ്ഞിട്ടുണ്ടല്ലോ? നിസിയാൻ എന്ന പദത്തിൽ നിന്നാണ്. നിസിയാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മറവി എന്നുള്ളതാണ്. ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. അപ്പോ മറവിയും മനുഷ്യനും തമ്മിൽ എന്താണ്? നല്ല ഏതാണ് ബന്ധം? മറവി ആദ്യമായി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? മഹാനാദൻ നബി. മനുഷ്യന്റെ തബഅാണ് മറവി എന്ന് പറയാൻ വേണ്ടി നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ത്വാഹയിൽ കാണാം, വലഖദ് അഅ്ദനാ ഇലാ ആദമ മിൻ ഖബൽ, ഇതിനു മുമ്പ് ആദം നബി അലൈഹി സ്വലാമിനോട് ഞാൻ കരാർ വാങ്ങിയിട്ടുണ്ട്. നസിയ, ആദം നബി സ്വലാം എന്ത് ചെയ്തു? അത് മറന്നുപോയി. ചില തഫ്സീറുകളിൽ മനുഷ്യൻ ഉദാഹരണമായി പറയണമെങ്കിൽ അള്ളാഹുവിനോട് ഇന്നൽ ഇൻസാന റബ്ബിഹി ലകനൂദ് എന്ന് കാണാം. മനുഷ്യൻ അള്ളാഹുവിനോട്, അവന്റെ നാഥനോട് അങ്ങേയറ്റം നന്ദി കെട്ടവനാണ് എന്ന് നമ്മൾ സാധാരണ ഓതുന്ന സൂറത്തിൽ കാണാം. ഇന്നൽ ഇൻസാന റബ്ബിഹി ലകനൂദ്, മനുഷ്യൻ അവന്റെ നാഥനോട്, റബ്ബിനോട് അങ്ങേയറ്റം നന്ദി കെട്ടവനാണ് എന്നാണ്. അതിനെ മുഫസ്സിറുകൾ പറയണം നസ്സാഉൽ ലിന്നിഅമി എന്നാണ്. അവിടെ നന്ദികേട് എന്താണ്? അവിടുത്തെ നന്ദികേട് എന്താണെന്നാണ് നസ്സാഉൽ ലിന്നിഅമി. അല്ലാഹു തആല ചെയ്ത അനുഗ്രഹങ്ങളെ നന്നായി മറക്കുന്ന ഒരു സ്വഭാവം ആർക്കുണ്ട്? മനുഷ്യന് ഉണ്ട്. എന്നാലോ വദക്കാറുൽ ലിൽ മഹനി, അല്ലാഹു തആല എവിടെയെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടല്ലോ, അത് മരിക്കോളം ഓർമ്മ. ജീവിതത്തിൽ വന്ന പരീക്ഷണം ഇതുവരെ ആരും, ജീവിതത്തിൽ നമുക്ക് വന്ന പരീക്ഷണം ഇതുവരെ ആരും മറന്നിട്ടുണ്ടാവും. സാമ്പത്തികമായ പരീക്ഷണം നമുക്ക് വന്നിട്ടുണ്ടാവും, ആരോഗ്യം പരീക്ഷിക്കണോ, അഭിമാനത്തിന് പരീക്ഷിക്കണോ, അതൊന്നും അങ്ങനെ ഉണ്ടായിരുന്നോ, ഓർമ്മയില്ലല്ലോ എന്ന് ആരും പറയില്ല. പക്ഷെ അല്ലാഹു തആല കൊടുത്ത ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടാവും, അതൊന്നും അവനോട് ചോദിച്ചാൽ ഉണ്ടാവില്ല, അവനക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഓർമ്മയില്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവില്ല എന്നല്ല, ഓർമ്മ ഉണ്ടെങ്കിൽ ഓർമ്മ ഇല്ലാത്ത പോലെ കാണിക്കണം. അപ്പൊ നന്ദികേട് എന്നതിന് മുഫസ്സിറുകൾ അവിടെ നിസ്യാൻ എന്നർത്ഥം കൊടുത്തത് കാണാം. അപ്പൊ ഇൻസാൻ എന്ന് പറഞ്ഞ അത് ഓരോന്നും വരെ കാരണം. അപ്പൊ ജിന്ന് അല്ലെ, ജിന്നിന് ജിന്ന് എന്ന് പറയാൻ കാരണം എന്താ? ജിന്നിനെ കേട്ടിട്ടില്ലേ? ജിന്നിന് ജിന്ന് എന്ന് പറയാൻ കാരണം എന്താ? മറഞ്ഞതുകൊണ്ടാണ്. ജന്നറിനെന്താ ഇസ്തത്രാന്ന, മറക്കാന്നാണ്. ജന്നറിനെ മറാന്നാണ്. ജിന്ന് നമ്മളെ കണ്ണിൽ നിന്ന് മറഞ്ഞതുകൊണ്ടാണ് ജിന്നിന് ഇത് പറയുന്നത് ജിന്ന് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ പദത്തിനും ഒരു അസുലുണ്ട്, ഒരു കാരണം ഉണ്ട് എന്നർത്ഥം. വമിനൻ നാസി, മനുഷ്യരിൽ ചില ആളുകളുണ്ട്, മൻ ഒരുത്തർ, യഖൂലു അവര് പറയുന്നുണ്ട്, ആമന്നാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ട്, വബിൽ യൗമിൽ ആഖിർ, അന്ത്യനാൾ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ട്.
അപ്പോ അന്ത്യനാള് എന്ന് പറഞ്ഞാൽ നമ്മൾ യൗമുൽ ആഖിർ എന്ന് പറയാൻ നമ്മൾ അറിയാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് യൗമുൽ ആഖിർ അന്ത്യനാള് പറഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഏതില്ല, പിന്നെ നാളില്ല, അവിടെ നിൽക്കുകയാണ്, അവസാന നാളാണ്. അതുകൊണ്ട് അന്ത്യനാൾ എന്ന് പറയാൻ കാരണം. അപ്പൊ അള്ളാഹുവിന് മനുഷ്യന്മാരിൽ ചിലരുണ്ട്, മൻ ഒരുത്തൻ യഖൂലു ആമന്നാ ബില്ലാഹ്, യഖൂലു അവൻ പറയുന്നുണ്ട്. അവിടെ യഖൂലൂന അവൻ എന്ന് ഞാൻ അർത്ഥം വെക്കാൻ കാരണം യഖൂലൂന എന്ന് പറഞ്ഞിട്ടില്ല. യഖൂലൂന എന്ന് പറഞ്ഞാൽ അവർ പറയുന്നു എന്ന് പറയാമായിരുന്നു അല്ലേ. യഖൂലു തന്നെ ഉള്ളൂ, യഖൂലു മുഫ്രദിന് പറയണതാണ്. അപ്പൊ മനുഷ്യർ ചിലരുണ്ട്, മൻ ഒരുത്തൻ യഖൂലു അവൻ പറയുന്നുണ്ട് ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വിശ്വസിച്ചു പറയുമ്പോൾ അവിടെ എന്തായി, ജമ്മായി മാറി. അപ്പൊ അതിന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മൻ എന്ന പദം മുഫ്രദിനും ജമ്മിനും പ്രയോഗിക്കാൻ പറ്റുന്ന പദമാണ്. മൻ എന്ന ഒരുത്തെന്നും പറയാം, ഒരുത്തര് എന്നും എന്ത് ചെയ്യാം, ഒരു മനുഷ്യനെ പറ്റി പറയാം, ഒരു വിഭാഗം ആളുകൾക്കും ഏത് പറയും, മൻ എന്ന് പ്രയോഗിക്കും. അപ്പൊ രണ്ടിനും പ്രയോഗിക്കാൻ പറ്റുന്ന പദമായതുകൊണ്ടാണ് മൻ അവിടെ വെക്കാനുള്ള കാരണം. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഷ കഴിവുകളാണ്. ഞാൻ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാനും വായിക്കാനും പോയി പഠിക്കാത്ത ആളാണ്. പക്ഷെ അറബി ഗ്രാമറിൽ പോലും പരിശുദ്ധ ഖുർആനിൽ ഒരു മിസ്റ്റേക്കും ചിലർക്ക് അങ്ങനെ പറയും. ഭാഷയുടെ ആ ഒരു അവസ്ഥക്ക് അവർക്ക് വിവരം എത്താത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇസ്ലാം ഖുർആനിൽ എന്നില്ല, ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഇല്ല. മിസ്റ്റേക്ക് ആർക്കാണ്, അത് നോക്കണവനക്കാണ്, അവൻ കണ്ടെത്താത്തതുകൊണ്ടാണ്. ഖുർആനിൽ ഒരിക്കലും ഭാഷയിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ല. ഒമനന്നാസി മനുഷ്യരിൽ ചിലരുണ്ട്, മനുഷ്യരിൽപ്പെട്ടവരാണ് മൻ ഒരുത്തൻ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ യഖൂലു അവർ പറയുന്നു ആമന്നാ ബില്ലാഹ് അള്ളാഹുവിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, വബിൽ യൗമിൽ ആഖിർ അന്ത്യനാളും കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. വമാഹും ബിമുഅ്മിനീൻ അവരാരല്ല, മുഅ്മിനീങ്ങളെ അല്ല. അവിടെ അർത്ഥം എങ്ങനെയൊക്കെ ഉണ്ട്, വമാഹും അവർ അല്ല, ബിമുഅ്മിനീൻ മുഅ്മിനീങ്ങളെ അല്ല എന്നാണ്. നേരെ മറിച്ച് ഒമാഹും മിനൽ മുഅ്മിനീൻ അങ്ങനെയും പറയാമായിരുന്നു. ഒമാഹും അവരല്ല, മിനൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളിൽ പെട്ടവര് അല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ശരിയാവും. ഒമാഹും മിനൽ മുഅ്മിനീൻ അങ്ങനെ വെക്കുമ്പോൾ ഓതാനും വലിയ പ്രയാസമൊന്നുമില്ല. അവിടെയാണ് ഭാഷ മനസ്സിലാക്കേണ്ടത്. ഒമാഹും ബി മുഅ്മിനീൻ എന്ന് പറയുന്നതും ഒമാഹും മിനൽ മുഅ്മിനീൻ എന്ന് പറയുന്നതും അർത്ഥത്തിൽ പരിഭാഷ വെക്കുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുള്ളൂ, അവർ മുഅ്മിനീങ്ങളല്ല എന്ന് പറയും. പക്ഷെ അതിന്റെ ഭാഷാ പഠനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിനർത്ഥം വെക്കേണ്ടത് അവർ മുഅ്മിനീങ്ങളെ ഒരു നിലക്കും അവർ മുഅ്മിനീങ്ങളല്ല. അവർ മുഅ്മിനീങ്ങളിലല്ല, അവർ മുഅ്മിനീങ്ങളിൽപ്പെട്ടവരല്ല എന്ന് സിമ്പിളായി പറയുന്നതിനേക്കാൾ സീരിയസ് ആണ് അവർ മുഅ്മിനീങ്ങളെ ആ ബാഗ് കൊണ്ട് അർത്ഥം വരുന്നത്. ഒമാഹും ബിമുഅ്മിനീൻ അവരാരല്ല, മുഅ്മിനീങ്ങളെ അല്ല എന്ന പൂർണ്ണമായും ആ നഫിയെ സ്ട്രെങ്ത് ആക്കുന്ന അല്ല എന്നുള്ള വിഷയത്തിന് ഒന്നും കൂടി പിന്നെ അങ്ങേയറ്റക്ക് എത്തിക്കുന്ന ഒരു പിന്നെ പ്രക്രിയ ആ ബായിലൂടെ അവിടെ നടക്കുന്നു. ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാഹും ബിമുഅ്മിനീൻ അവരെന്തല്ല, മുഅ്മിനീങ്ങളിൽപ്പെട്ടവരെ അല്ല. ഇത് ശരിക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതാരെക്കുറിച്ചാണ് നമുക്കറിയാം, മുനാഫിക്കുകളെ കുറിച്ചാണ്. നിഫാക്ക് എന്ന് പറഞ്ഞാൽ കാപട്യം എന്നാണ്. കാപട്യം ശരിക്കും നിഫാക്ക് എന്ന ഇദ്ഹാറുൽ ഖൈറി വ ഇസ്റാറു ശർരി എന്നാണ്. നോക്കൂ, ഖൈർ ഇങ്ങനെ പുറത്തേക്ക് കാണിക്കുക, ഷെർ ഇങ്ങനെ ആരും കാണാതെ എന്ത് ചെയ്യുക, മൂടിച്ചെടുക്കുക. അതിന് ശരിക്കും എന്ത് പറയും, നിഫാക്ക് എന്ന് പറയും. അപ്പൊ നമ്മളെ മനസ്സിൽ ഉള്ളതല്ല, നമ്മളെ മനസ്സിലുള്ളത് മോശമാണ്, നമ്മൾ പറയുന്നത് എന്താണ്, നല്ല ഭംഗി വാക്കാണ്. അതിനെന്ത് പറയും, മുസ്തഫാക്ക ചോദിച്ചില്ലേ നിഫാക്കിന്റെ അടയാളം, അതങ്ങനെ വരുന്നത്. നമ്മളെ മനസ്സിലുള്ളത് മോശമാണ്, പുറത്തേക്ക് പറയുമ്പോഴോ
ഓ എന്തായാലും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലേ എന്നൊക്കെ വലിയ ഉഷാറ് പറയും. ഉള്ളിലോ നമ്മളിതിന്റെ ഭയങ്കര ആശാനാണ്. അപ്പൊ എന്താണ്? അതേതാണ്? നിഫാഖാണ്. നിഫാഖ് രണ്ട് രീതിയിലുണ്ട് എന്നാണ്. എഴുത്തിക്കാതിയായ നിഫാഖ് ഉണ്ട്, എന്നാൽ അടിസ്ഥാനപരമായ വിശ്വാസത്തിലെ നിഫാഖ് ഉണ്ട്. എന്ന് പറഞ്ഞാല് നമ്മളെ മുഅ്മിനീങ്ങളെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്, ആളായി ഇങ്ങനെ കാണിക്കുന്നതാണ്. ഉള്ളിൽ യാതൊരു വിശ്വാസം ഇല്ലാതെ നടക്കുന്നവരുണ്ട്. അവർക്ക് വിശ്വാസമേ ഇല്ല, അത് കുഫറാണ്. അയാൾ മറ്റത് മോശമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന കുറച്ച് മുനാഫിക്കുകൾ. ഉബയ്യ് ഇബ്നു സലൂൽ അതിന്റെ നേതാവായിരുന്നു. അപ്പോ അവർക്ക് പ്രവാചകനോട് തീരെ ഉള്ളിൽ പ്രവാചകനോടോ മുഅ്മിനീങ്ങളോടോ യാതൊരു വിശ്വാസമില്ലായിരുന്നു. പക്ഷെ അവരെ മുന്നിൽ അവരാളായിട്ട് അവരെന്ത് ചെയ്യുന്നു? ആക്ട് ചെയ്തിരുന്നു, അഭിനയിച്ച് നടന്നിരുന്നു. അത് എഴുത്തിക്കാതിയായി എന്ന് പറഞ്ഞ വിശ്വാസത്തില് എന്തുണ്ട്? നിഫാഖ് ഉണ്ട്. അയാളുടെ പ്രശ്നം എന്താണ്? അയാളുടെ ദുരന്തം എന്താണ്? അയാള് കാലാകാലം എവിടെയായിരിക്കും? നരകത്തിന്. ഒരു കാലത്തും അയാൾക്ക് നരകത്തിൽ നിന്ന് എന്ത് ചെയ്യാമില്ല, ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യാൻ കഴിയില്ല. പിന്നെ നരകത്തിലെ ഏറ്റവും അടിയിലെ തട്ടിലുമായിരിക്കും. നരകത്തിലെ ഏറ്റവും അടിയിലെ തട്ടിലായിരിക്കും മുനാഫിക്കുകൾ എന്നാണ്. എത്തിക്കാതിയായ മുനാഫിക്ക്, കാലാകാലം വിശ്വാസത്തിൽ മുനാഫിക്കായാള് നരകത്തിലെ ഏറ്റവും അടിയിലെ തട്ടിലായിരിക്കും. നരകത്തിലെ ഓരോ തട്ടിന്റെയും പ്രത്യേകത എന്താ? ഈ തട്ട് വരുമെന്ന് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? മുകളിലെ തട്ടിന് താഴത്തെ തട്ടിനെ പേടിയാണെന്ന്. മുകളിലെ തട്ടിന് താഴത്തെ തട്ടിനെ പേടിയാണ്. താഴത്തെ തട്ടിന്റെ തീവ്രത കൊണ്ട് മുകളിലെ തട്ടായ ഞാൻ നശിച്ചു പോകുമോ എന്ന ഭയം ആർക്കുണ്ട്? മുകളിലെ തട്ടിന്. താഴത്തെ തട്ടിന്റെ ആ ചൂടിന്റെ തീവ്രത കൊണ്ട് താഴത്തെ തട്ട് എന്നെ ഭക്ഷിക്കുമോ, എന്നെ നശിപ്പിച്ചു കളയോ എന്ന ഭയത്തിലാണ് മുകളിലെ തട്ട് നിൽക്കുന്നത്. അതിന്റെ മുകളിലെ തട്ട് അതിന്റെ താഴത്തെ തട്ടിനെ പേടിയാണ്. അപ്പോ ഏറ്റവും അടിയിൽ വസിക്കുന്ന ആ നിവാസികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ ശിക്ഷയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. അതാണ് എഴുത്തിക്കാതിയായ മുനാഫിക്ക്. മറ്റൊന്ന് അമലിയായ മുനാഫിക്കാണ്. അയാൾക്ക് മനസ്സിൽ എന്തില്ല? നിഫാഖൊന്നുമില്ല. കാട്ടിക്കൂട്ടൽ മുഴുവൻ ഏതാണ്? നിഫാഖ്. സംസാരിച്ച കളവല്ലാതെ പറയില്ല. മനസ്സിലായില്ലേ? വായ തുറന്ന എപ്പോഴും കളവ് പറയും. അയാൾ ആരല്ല? അയാള് നിഫാഖിന്റെ ആളാണ്. അയാള് പ്രവർത്തനത്തിൽ മുനാഫിക്കാണ്. സംസാരിച്ചാൽ കളവ് പറയാ. പിന്നെ അയാളുടെ ക്വാളിഫിക്കേഷൻ ആണ് വാഗ്ദാനം ചെയ്താൽ എന്ത് ചെയ്യാ? പാലിക്കാതിരിക്കുക. പിന്നെ തെറ്റിയാൽ ആളെ പറ്റി എന്ത് ചെയ്യാ? കുറ്റം പറയാ. അല്ലേ? അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ അതിൽപ്പെട്ടത് തന്നെയാണ് കുറെ കാര്യങ്ങൾ. പിന്നെ എത്രത്തോളം എന്നാൽ ചില പതിവായി നിസ്കരിക്കാൻ ആർക്ക് കഴിയില്ല? മുനാഫിക്കിന്. നമുക്കൊക്കെ നിഫാഖുണ്ടോന്ന് പരിശോധിക്കാൻ പറ്റിയ കുറെ അടയാളങ്ങൾ വേറെയുണ്ട്. അതുപോലെ പ്രവർത്തനം ചെയ്യുന്ന മുഴുവൻ അള്ളാഹു തആലക്ക് വേണ്ടി മാത്രം ചെയ്യുക. അതൊക്കെ നിഫാഖിന്റെ, അതിന്റെ മഹാന്മാരുടെ ഭാഷയിൽ അതിലൊക്കെ നിഫാഖിന്റെ മറ്റൊരു വശമായിട്ട് അവർ പറയുന്നുണ്ട്. അതായത് ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുക. ഒക്കെ നിഫാഖിന്റെ പ്രവർത്തനത്തിൽ നിഫാഖുകളാണ്. സമൂഹം കാണാൻ വേണ്ടി ചെയ്യുക, പേരും പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുക. അതിനു വേണ്ടി അല്ലാതെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യണ്ട. എന്ത് ചെയ്താലും സോഷ്യൽ മീഡിയക്കെല്ലാവരും കൊടുക്കണം. പഠിച്ചവൻക്കല്ലല്ലോ കൊടുക്കണത്. എന്ത് ചെയ്താലും ഉടനെ ലൈവ് ഇടുക സോഷ്യൽ മീഡിയ. ഹജ്ജ് ചെയ്യണത് ലൈവാണ്, ഉംറ ചെയ്യണത് ലൈവാണ്, എല്ലാം സോഷ്യൽ മീഡിയ. പഠിച്ചവന്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് ആരത്തേക്ക് എത്തണോ? സമൂഹത്തിനെത്തണം. ഇതൊക്കെ നിഫാഖിന്റെ
അനന്തരഫലങ്ങളാണ്. അള്ളാഹു തആല നമുക്ക് ആക്കട്ടെ. പക്ഷെ അതൊക്കെ തൗബ ചെയ്താൽ മടങ്ങും. അള്ളാഹു തൗബ ചെയ്തിട്ട് എന്ത് ചെയ്യാ, നന്നാക്കാൻ നോക്കുക. മക്കയിൽ ഇത് ഈ ആയത്ത് സൂറത്തുൽ ബഖറ മദനിയാണ്, ഹിജ്റത്തിന് ശേഷം ഇറങ്ങിയതാണ്. മക്കയിൽ നിഫാഖ് ഉണ്ടായിട്ടില്ല. മക്കയിൽ നിഫാഖ് ഉണ്ടായിട്ടില്ല. കാരണം എന്താണ്? മക്കയിൽ ഇസ്ലാം സ്വീകരിച്ചവർക്ക് ആരാണ്? ഒറിജിനലാണ്. അവർക്ക് കാരണം എന്താ വെച്ചാല് അവിടെ മോമിനാണെന്ന് പറയാൻ പ്രയാസമാണ്. ആ പ്രയാസം ഉള്ളിടത്താണ് അവർ പറയുന്നത്. അവിടെ മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ട് ആക്ട് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. കാരണം മുസ്ലിം ആണെന്ന് പറഞ്ഞാലാണ് പീഡനം ഉണ്ടാകുന്നത്. അവിടെ മക്ക കാലഘട്ടത്തിൽ ഏതില്ല, നിഫാഖ് ഇല്ല. മാത്രമല്ല ഇതിന്റെ നേരെ വിപരീതം നോക്കൂ, ഇതിന്റെ നേരെ വിപരീതമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതിന്റെ നേരെ വിപരീതമാണ്. എന്താ? ഞാൻ മുസ്ലിം അല്ല എന്നാണ് അവിടെ പറയാൻ പറഞ്ഞത്. ഞാൻ മുസ്ലിമാണെന്നല്ല പറഞ്ഞിരുന്നത്. ചില ആളുകൾ, ചില സഹാബികൾ കുടുങ്ങിയ സമയത്ത് ഞാൻ മുസ്ലിം അല്ല എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം അല്ല എന്ന് പറയുന്നത് മൂല്യമായ സമയത്താണ്. മുസ്ലിം ആണെന്ന് അവർ പറയുമ്പോ അവര് വിശ്വാസം ചെലുത്തുന്നില്ല. മുസ്ലിമാണെന്ന് പോലും പറയേണ്ടി നിർബന്ധിപ്പം. മുസ്ലിം അല്ല എന്ന് ബലപ്രയോഗത്തിലൂടെ പറയിപ്പിക്കുന്ന സമയത്ത് ഞാൻ മുസ്ലിമാണെന്ന് പറയുമ്പോ അവിടെ എന്ത് നിഫാക്കുണ്ടാവോ? ആ ഒരു സഹാബിയോട് ഇത് ഈ മുനാഫിക്കാന്ന് പറയാനെങ്കിൽ പറയാൻ പാടുണ്ടോ? നിഫാക്കില്ലല്ലോ. മക്കയിൽ നിഫാക്കില്ല, മുഹാജിരീങ്ങളിൽ നിഫാക്കില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന കഷ്ടപ്പെട്ട കുടുംബം, സമ്പത്ത്, സന്താനം, ഭാര്യ അടക്കമുള്ള സുഹൃത്തുക്കളൊക്കെ ഒഴിവാക്കിയിട്ട് പ്രവാചകനെ തേടി മദീനയിലേക്ക് വന്ന ഒരു സമൂഹമാണ് മുഹാജിരികൾ. അവർ മുനാഫിക്കുകളെയല്ല, അവരുടെ കൂട്ടത്തിൽ മുനാഫിക്കുകളില്ല. കാരണം എന്തിനങ്ങനെ വരുന്നത്? എന്തിനങ്ങനെ ഇടങ്ങാറായി വരുന്നത്? ഞാൻ മുസ്ലിമാണെന്ന് ആക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കുടുംബവും പിന്നെ സമ്പത്തും മക്കൾക്ക് ഇട്ട് പോകേണ്ട ആവശ്യം എന്താ? ആരെ ബോധിപ്പിക്കാനാ? അപ്പൊ മുഹാജിരികളിൽ ആരില്ല, മുനാഫിക്ക് ഇല്ല. പിന്നെ ഇസ്ലാം വന്നപ്പോ ഔസ് ഖസ്റജ് ഗോത്രം വന്നു. അവരും വലിയൊരു കുഴപ്പമൊന്നും ചെയ്യുന്നു. അവരെ കൂടുതൽ ആര് വന്നു? യഹൂദികൾ വന്നു. ആദ്യമായി നിഫാഖ് ഉണ്ടായത് എവിടെയെന്ന് ഞാൻ പറയാം. മദീനക്കാര് ഔസ് ഖസ്റജ് സംയുക്തമായി അംഗീകരിക്കുന്ന ഒരു നേതാവായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ സുലൂൽ. രണ്ടു കൂട്ടർക്കും കുഴപ്പമില്ലാത്ത നേതാവായിരുന്നു. അങ്ങനെ പ്രവാചകൻ വരുന്നതിന് മുമ്പ് മദീനയിലെ രാജാവായി ഉബൈ ഇബ്നു സുലൂലിനെ വാഴിക്കാൻ മദീനക്കാർ പ്ലാൻ ചെയ്ത സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നത്. അതോടുകൂടി മദീനക്കാരെ മൈൻഡൊക്കെ ആരിലേക്ക് പോയി? റസൂലിലേക്ക് പോയി. അപ്പോ ആ ഒരു സ്ഥാനം നഷ്ടപ്പെട്ട ഒരു വെറുപ്പും ദേഷ്യവും ആർക്കുണ്ടായിരുന്നു? ഉബൈ സുലൂൽ ഉണ്ടായിരുന്നു. അപ്പോ അതിനൊരു അവസരം കാത്തു നടക്കുകയായിരുന്നു ഉബൈ സുലൂൽ. അങ്ങനെ അവസരമൊന്നും കിട്ടണില്ല. കാരണം റസൂൽ എന്ത് ചെയ്യാണ്? ശക്തിപ്പെട്ടു വരും. അതിനിടയിലാണ് ബദർ യുദ്ധം ഉണ്ടായത്. ബദർ യുദ്ധം ഉണ്ടാകുമ്പോ സമയത്ത് ഇവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതോടുകൂടി തീരുന്നു. പക്ഷെ ബദർ യുദ്ധം ഉണ്ടായപ്പോ എന്താ ഉണ്ടായത്? വളരെ ദുർബലരായവർ, സ്വന്തമായ ഒരു ആയുധം പോലും ഇല്ലാത്ത ഈ സമൂഹം വലിയൊരു സമൂഹത്തെ പരാജയപ്പെടുത്തി തിരിച്ചു വന്നപ്പോ ഇവർക്ക് മനസ്സിലായി ഇനി അവിശ്വാസിയായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മളും വിശ്വാസിയായിട്ട് ആക്ട് ചെയ്തിട്ട് നിൽക്കണം എന്നെന്ത് ചെയ്തു? അവര് തീരുമാനിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? ഉബൈ സുലൂലിനെ അംഗീകരിക്കുന്ന കുറച്ച് ആൾക്കാരും ആ കൂട്ടത്തിൽ കുറച്ച് യഹൂദി എന്നിട്ട് റസൂലാണ്, ഞങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് പറഞ്ഞു. പക്ഷെ അവരാരായിരുന്നില്ല മുഅ്മിനീങ്ങൾ. എന്നാൽ യഹൂദ മതത്തിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു സലാമൊക്കെ ഇസ്ലാമിൽ കടന്നു വന്നിട്ടുണ്ട്. അവരൊന്നും എന്തില്ല, നിഫാഖല്ല. അങ്ങനെയാണ് ലോകത്ത് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? നിഫാഖ് ഉടലെടുത്തത്. അത് മദീനയിൽ വെച്ചാണ്. ബദർ യുദ്ധം കഴിഞ്ഞ ശേഷമാണ് അവിടെ നിഫാഖ് ഉണ്ടായത്. കാരണം ബദർ യുദ്ധം കഴിഞ്ഞതോടുകൂടി എന്തായി? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തു വന്നു? ഇസ്സത്ത് വന്നു. അപ്പൊ മറ്റുള്ളവർക്ക് മുസ്ലിങ്ങളെ കൂടെ നിൽക്കൽ എന്തായി? ബാധ്യതയായി. അതിന്റെ ഭാഗമായി അവരെന്ത് ചെയ്തു? ആക്ട് ചെയ്ത് മുസ്ലിങ്ങളാണെന്ന് നടിപ്പിച്ചുകൊണ്ട് അവർ ഇസ്ലാമിലേക്ക് കയറുന്നു. യഥാർത്ഥത്തിൽ അവരാരല്ല,
വമാഹും ബിമുഅ്മിനീൻ, അവരാരല്ല, ഈമാനുള്ളവർ അല്ല. അപ്പൊ മനസ്സിലാക്കുന്നത് എന്താണ്? ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ എന്താണോ വാദിക്കുന്നത്, ആ വാദിക്കുന്ന വിപരീതമാണ് നമ്മളെ ഉള്ളിലെങ്കിൽ അള്ളാഹു നമ്മളെ വശമാക്കും. ഞാൻ വലിയാണെന്നുള്ള വാദിച്ചാൽ ഞാൻ വലിയ അല്ലെങ്കിൽ എന്നെ റബ്ബ് വശമാക്കും. അല്ലെ ഞാൻ കുറേ അത്ഭുതങ്ങൾ എനിക്ക് ഉണ്ടാവുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്, ഞാൻ വലിയൊരു മഹാനാണെന്ന് വാദിച്ചാൽ ആ മഹത്വം നിനക്കില്ലെങ്കിൽ എന്റെ റബ്ബിനെ വശമാക്കും. നേരെ മറിച്ചോ, നീ നിന്റെ മോശത്തരം പ്രകടിപ്പിച്ച് നിന്നെ കുറിച്ച് തിരിച്ചറിഞ്ഞ് ഞാൻ മോശക്കാരനാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഈ മോശക്കാരനല്ലെങ്കിൽ ഈ നല്ലവനാണെന്ന് ആര് പറയും? അള്ളാഹ് നിന്നെ സമൂഹത്തിൽ അറിയിക്കും. ഇതിന് രണ്ടിനും പരിശുദ്ധ ഖുർആൻ ഉദാഹരണമുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫിർഔൻ പറഞ്ഞു വഅന മിനൽ മുസ്ലിമീൻ എന്നാണ്, മുങ്ങിച്ചാകാൻ നേരത്ത്. അപ്പൊ എന്താ പറഞ്ഞു? അള്ളാഹു തആല എന്താ പറഞ്ഞു? വകുന്ത മിനൽ മുഫ്സിദീൻ, ഈ ഫസാദിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഉള്ളിലുള്ളത് എന്താണ്? ഉള്ളിലുള്ളതേ പറയാൻ പാടുള്ളൂ. ഉള്ളിലില്ലാത്ത ആക്ട് ചെയ്ത് പറഞ്ഞാൽ ചിലപ്പോൾ അള്ളാഹു തആല നമ്മൾ എന്ത് ചെയ്യും? വഷളാക്കും. നേരെ മറിച്ച് മഹാനായ യൂനുസ് നബി സ്വല്ലല്ലാഹു എന്താ പറഞ്ഞേ? ഇന്നി കുന്തു മിനൽ ളാലിമീൻ, പഠിച്ചവനെ ഞാൻ ഭയങ്കര ളാലിമാണെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര ആബിദാന്ന് പറഞ്ഞ് നോക്കൂ, നിർത്താണ്. യൂനുസ് നബി എന്താ പറഞ്ഞേ? പഠിച്ചവനെ ഞാൻ നല്ല ആബിദാണ്, ഇതിനെ പരിഗണിക്കുന്ന പറഞ്ഞ് സുബ്ഹാനക ലാ ഇലാഹ ഇല്ലാ അൻത ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഞാൻ ആരാണ്? മഹാ-ളാലിമാണ്, ക്രമിയാണ്, നിന്റെ കൽപ്പനയ്ക്ക് വിപരീതം ചെയ്തവനാണ്. ഒരു വേളയിൽ എന്റെ അശ്രദ്ധ വന്നുപോയി. അപ്പൊ അത് കാരണം ഭയങ്കര ലോൽമ ചെയ്തവനായി ഞാൻ മാറി എന്ന് യൂനുസ് നബി അലൈഹി സ്വലാം സ്വയം വിധിച്ചപ്പോ, അള്ളാഹുവിനോട് പറഞ്ഞപ്പോ അള്ളാഹു തആല എന്താ പറഞ്ഞേ? ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ എന്നാണ്. മിനൽ മുസബ്ബിഹീൻ എന്നാണ്. യൂനുസ് നബി, നിങ്ങള് ളാലിമല്ല, നിങ്ങൾ മിനൽ മുസബ്ബിഹീൻ, അള്ളാഹ്ക്ക് ധാരാളം പ്രകീർത്തിക്കുന്ന ആളിൽപ്പെട്ടതാണെന്നാണ്. അപ്പൊ ഈ ആയത്ത് ഇവരിങ്ങനെ മുഅ്മിനീങ്ങളാണെന്ന് പറഞ്ഞ് ഉള്ളിൽ മുഅ്മിനല്ല, പടച്ചോണ്ട് നേരെ പബ്ലിക്കാക്കി പുറത്തേക്കിട്ട് അമ്മാഹും മുഅ്മിനീൻ, ഒരു മുഅ്മിനീങ്ങളെ അല്ല. അപ്പൊ നമ്മളില്ലാത്ത ഒരു വിഷയം, ഞാൻ ഇങ്ങനെ വലിയ ആബിദാണ്, ഞാൻ നേരം വെളുക്കുമ്പോൾ നിസ്കരിക്കുന്നവനാണ്, എനിക്ക് ഹറാമ് ഭയങ്കര പേടിയാണ് എന്നൊക്കെ വലുപ്പത്തരം പറഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ റിയാലിറ്റി ഒക്കെ പുറത്തേക്ക് ചാടാൻ എന്തുണ്ട്? സാധ്യതയുണ്ട്. അപ്പൊ വിനയുള്ള താഴ്മയുള്ള ഒരു അടിമയായി നമ്മൾ എപ്പോഴും നിൽക്കണം എന്നും കൂടി ആയത്തെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു തആല നമ്മളെ കാക്കട്ടെ, നമ്മൾ പറഞ്ഞതും കേട്ടതും എല്ലാം അള്ളാഹു തആല സ്വലേ അമലാക്കി സ്വീകരിക്കട്ടെ. അള്ളാഹു തആല ഖബൂൽ